ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മാർച്ച് 2 കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. ഇത് SSC, റെയിൽവേ, PSC പോലുള്ള എക്സാമുകൾക്കൊക്കെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഇപ്പോൾ ഈ അടുത്ത് കണ്ടെത്തിയ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ലോകത്തിലത്തെ ഏറ്റവും ചെറിയ തവളയെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വേൾഡ്സ് ടൈനിയസ്റ്റ് ഫ്രോഗ് തവള, ഏറ്റവും ചെറിയ തവള ലോകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതെവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രസീലിലാണെന്ന് നോക്കുക. അതേപോലെ തന്നെ അതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാച്ചിസെഫലസ് ജീനസ് ആണെന്ന് നോക്കുക. അതേപോലെ തന്നെ അതിൻ്റെ സൈസ് എത്രയെന്ന് ചോദിച്ചാൽ 8.5 mm ആണെന്ന് നോക്കാം, മില്ലിമീറ്റർ. സോ ലോകത്തിലെ ഏറ്റവും ചെറിയ ഫ്രോഗ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലിലാണ് കണ്ടെത്തിയെന്ന് നോക്കാം. അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ശ്രീലങ്കയ്ക്ക് ഒരു $11 മില്യൺ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ശ്രീലങ്കയിൽ $11 മില്യൺ പുനരുപയോഗ ഊർജ്ജ പദ്ധതിക്ക് ഇന്ത്യ ധനസഹായം നൽകിയിട്ടുണ്ടെന്ന് നോക്കുക. സോ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ശ്രീലങ്കയ്ക്ക് പൈസ കൊടുത്തത് ആരാണെന്നാവും ചോദ്യം. അത് ശ്രീലങ്കയാണെന്ന് നോക്കുക. $11 മില്യൺ ആണ് കൊടുത്തതെന്നും കൂടി നോക്കുക. അതിന് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കുന്ന, അതായത് അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുക്കുന്ന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ സോളാർ ക്ലീൻ എനർജി സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയാണെന്നും കൂടി നോക്കുക. അടുത്താണ് ചോദ്യമാണ് ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് 2024 റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഈസ് പബ്ലിഷ്ഡ് ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ. അതായത് ഈ ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന 2024 കണ്ട ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഏത് സ്ഥാപനം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ UNEP, ഓപ്ഷൻ ബി UNDP, ഓപ്ഷൻ സി യുനെസ്കോ, ഓപ്ഷൻ ഡി IMF. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ UNEP ആണ് നോക്കുക, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം. സോ അടുത്ത ചോദ്യമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് മാർച്ച് 1 കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചതാണ്. ബ്രയൻ മുൾട്ടർണി ഹു പാസ്ഡ് അവേ വാസ് എ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി. അതായത് ഈ ബ്രയൻ മുൾട്ടർണി എന്ന് പറഞ്ഞ വ്യക്തി ഈയിടെ അന്തരിച്ചിരുന്നു. അദ്ദേഹം ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ്രായേൽ, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി ചിലി, ഓപ്ഷൻ ഡി ഫ്രാൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കാനഡയാണ് നോക്കുക. അടുത്തതാണ് how many total stations have successfully achieved the prestigious Heat Right Station certification. അതായത് മൊത്തം എത്ര സ്റ്റേഷനുകൾക്ക് ഈ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുണ്ടെന്നാണ്. ഈ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വൃത്തിയുള്ള സ്റ്റേഷൻ, അതേപോലെ തന്നെ ജനങ്ങൾക്കുള്ള സൗകര്യം കൊടുക്കുന്ന സ്റ്റേഷൻ, അങ്ങനെ പല മാനദണ്ഡം കണക്കാക്കിയിട്ട് ഈ സ്റ്റേഷനുകൾക്ക് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു അംഗീകാരം ആണ് ഈ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇതുവരെ മൊത്തം എത്ര സ്റ്റേഷനുകൾക്ക് ഈ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുണ്ടെന്നാണ് ചോദ്യം. എത്രയാണെന്ന് ചോദിച്ചാൽ 156 സ്റ്റേഷനുകൾക്കാണ് നോക്കുക. ഈ 156 സ്റ്റേഷനിലെ 150 റെയിൽവേ സ്റ്റേഷനാണ് നോക്കുക. ഓക്കെ, 150 റെയിൽവേ സ്റ്റേഷനും 6 മെട്രോ സ്റ്റേഷനാണെന്നും കൂടി നോക്കുക. ഇത് കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ FSSAI ആണെന്നും കൂടി നോക്കുക. സോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണ് FSSAI എന്ന് പറയുന്നത്. ഓരോ സ്റ്റേഷനുകൾ നോക്കിയിട്ട് അതിൻ്റെ വൃത്തി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ സ്റ്റേഷനുകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനാണ് ഈ റൈറ്റ് സ്റ്റേഷൻ അവാർഡ്. മൊത്തം 150 റെയിൽവേ സ്റ്റേഷനും 6 മെട്രോ സ്റ്റേഷനുകൾക്കും ഇത് നേടിയിട്ടുണ്ട് ഇതുവരെ. അടുത്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് വീഡിയോയിൽ. മെലാന ചാമിസ് ദ്രൗപദി recently seen in the news belong to which one of the following species. ഈ മെലാനോചോളിസ് ദ്രൗപദി എന്ന് പറയുന്നത് എന്ത് തരം സ്പീഷീസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഒക്ടോപസ്, ഓപ്ഷൻ ബി സീ സ്ലഗ്, ഓപ്ഷൻ സി ക്രാബ്, ഓപ്ഷൻ ഡി ടർട്ടിൽ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി സീ സ്ലഗ് ആണെന്ന് നോക്കുക. ഇത് കണ്ടെത്തി എവിടെയെന്ന് ചോദിച്ചാൽ ഈ വെസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ ഒറീസ തീരത്താണ് നോക്കുക. ഇതിന് ഏതാണ്ട് 7 mm നീളമാണ് ഇതിനുള്ളതും കൂടി നോക്കുക.
അടുത്താണ് അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റസ് ഓഫ് ലെപ്പേർഡ് ഇൻ ഇന്ത്യ 2022 റിപ്പോർട്ട് വിച്ച് സ്റ്റേറ്റ് ഹാസ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് ലെപ്പേർഡ്. ഈ അടുത്ത് ഇന്ത്യയിലെ ലെപ്പേർഡുകളുടെ ഒരു സർവേ അല്ലെങ്കിൽ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ലെപ്പേർഡ്സ് ഇന്ത്യയിൽ എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ഗുജറാത്ത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി മധ്യപ്രദേശ് ആണ് നോക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ ലെപ്പേർഡുകളുടെ സ്റ്റാറ്റസ് എന്താണ് നമുക്ക് നോക്കാം. ഇത് റീസെൻ്റ്ലി പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ഇതൊന്ന് വ്യക്തമായിട്ട് നോക്കിയിരിക്കുക നല്ലതായിരിക്കും. ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ 2018 അതായത് 2018 നടത്തിയപ്പോൾ മൊത്തം എത്ര ലെപ്പേർഡ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12,852 ഓക്കെ. 2018 നടത്തിയപ്പോൾ 12,852 ലെപ്പേർഡ്സ് ഇന്ത്യയിലുണ്ടായിരുന്നു. 2022 പിന്നെ നടത്തുന്നത്. അതായത് 4 കൊല്ലത്തിന് ശേഷമാണ് ഈ സർവേ നടത്തുന്നത്. അപ്പോഴത്തേക്കും 1000 കൂടിയിരിക്കുന്നു. അതായത് നോക്കിയാൽ നമുക്കറിയാം ഏതാണ്ട് ഒരു 1022 അല്ലേ. സോ ഒരു 1000-ഓളം കൂടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 2018 12,852 2022 ആയപ്പോഴത്തേക്കും അത് 13,874 കൂടിയിട്ടുണ്ടെന്ന് നോക്കാം. സോ 1022 ഈ 4 കൊല്ലം കൊണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നോക്കി നോക്കുക. 2018 12,852 ഇപ്പോൾ 2022 ആയപ്പോഴത്തേക്കും അത് 13,874 നോക്കുക. അതായത് ഒരു 1000 കൂടിയെന്നെങ്കിലും വിചാരിച്ചിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈസ്റ്റേൺ ഗട്ട്സിലാണ് നോക്കുക. അതായത് 88,020. സോറി 8,820 8,820 എവിടെ ഈസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യയിൽ കാണുന്നത്. അതേപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3,596 നോക്കുക. സോ ഈ ഈസ്റ്റേൺ ഗട്ട്സ് നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെയായിട്ടും വരും ഈസ്റ്റേൺ ഗട്ട്സ്. സോ ഈ ഈസ്റ്റേൺ ഗട്ട്സും അതേപോലെ തന്നെ ഈ സെൻട്രൽ ഇന്ത്യയിലാണ് എത്ര 8,820 കാണുന്നത്. അതേപോലെ തന്നെ ഈ വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ ഈ ഭാഗമായിട്ട് വരുന്നത് അതായത് മഹാരാഷ്ട്ര കർണാടക ഈ ഭാഗത്താണ് 3,596 ലെപ്പേർഡ്സിനെ കാണുന്നു. പിന്നെ ഈ ശിവാലിക് റീജിയൻ അല്ലെങ്കിൽ ഗംഗാട്ടിക് റീജിയനിലാണ് എത്ര 1,109 കാണുന്നതും കൂടി നോക്കാം. ഇനി ഏറ്റവും കൂടുതൽ കാണുന്ന സ്റ്റേറ്റ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ചോദ്യത്തിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണെന്ന് പറഞ്ഞിരുന്നു. ഈ മധ്യപ്രദേശ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം മധ്യപ്രദേശ് നമ്മുടെ ഭൂപടം നോക്കുകയാണെങ്കിൽ ഇതല്ല, ഇവിടെ മധ്യപ്രദേശ് വരും. തൊട്ടടുത്ത് മഹാരാഷ്ട്ര, അതിൻ്റെ താഴത്തായിട്ടാണ് കർണാടക വരുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് തമിഴ്നാട് വരുന്നത്. അപ്പോൾ ഈ ഓർഡർ നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. സോ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. എത്രയെന്ന് ചോദിച്ചാൽ 3,907 നോക്കുക, 3,907. പിന്നെ മഹാരാഷ്ട്രയാണ് 1,985 നോക്കുക. കർണാടകയിലാണെങ്കിലോ 1,879 നോക്കുക. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ 1,070 കൂടി നോക്കുക. സോ 2018 എത്ര ലെപ്പേർഡ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 12,852. 2022 13,874. ഈസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ 8,820. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഭാഗത്തായിട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 3,596. അതേപോലെ തന്നെ സിവാലിക് ഏരിയയിലാണെങ്കിലോ 1,109. ഇനി ഏറ്റവും കൂടുതൽ കാണുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ് 3,907. പിന്നെ രണ്ടാമത് മഹാരാഷ്ട്രയാണ് 1,985. പിന്നെ മൂന്നാമത് കർണാടക 1,879. പിന്നെ 1,070 എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ് കൂടി നോക്കാം. അടുത്തത് പോഷൻ ഉത്സവ് റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഈസ് ഓർഗനൈസ്ഡ് ബൈ വിച്ച് മിനിസ്ട്രി. അടുത്തിടെ വാർത്തകളിൽ കണ്ട പോഷൻ ഉത്സവ് ഏത് മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. കറക്റ്റ് ആൻസർ സി ആണ്, മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അടുത്താണ് വാട്ട് ഈസ് ദ തീം ഓഫ് ദ നാഷണൽ ബർത്ത് ഡിഫക്ട്സ് അവയർനെസ് മന്ത് 2024. 2024 ദേശീയ ജനന വൈകല്യ ബോധവൽക്കരണ മാസത്തിൻ്റെ തീം എന്താണെന്നാണ്. ഓപ്ഷൻ എ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഇൻക്ലൂസീവ് സപ്പോർട്ട് ഫോർ ചൈൽഡ് വിത്ത് ബർത്ത് ഡിഫക്റ്റ്. ഓപ്ഷൻ ബി ഹെൽത്തി കമ്മ്യൂണിറ്റീസ് ഹെൽത്തി ബേബീസ്. ഓപ്ഷൻ സി ബെസ്റ്റ് ഫോർ യു ബെസ്റ്റ് ഫോർ ബേബി. ഓപ്ഷൻ ഡി പ്രിവെൻറ്റ് ടു പ്രൊട്ടക്ട് പ്രിവെൻറ്റ് ഇൻഫെക്ഷൻസ് ഫോർ ബേബി ആൻഡ് പ്രൊട്ടക്ഷൻ.
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഇൻക്ലൂസീവ് സപ്പോർട്ട് ഫോർ ചിൽഡ്രൻ വിത്ത് ബർത്ത് ഡിഫക്റ്റ് എന്നാണ്. ഈ നാഷണൽ ബർത്ത് ഡിഫക്റ്റ് അവയർനെസ് മന്ത് 2024 ഇത് പബ്ലിഷ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ നീതി ആയോഗാണെന്നും കൂടി നോക്കാം. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് റീസെൻ്റ്ലി അനൗൺസ് എ ഫുള്ളി ഫണ്ടഡ് യൂണിവേഴ്സൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം. അതായത് സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണ ഉടമസ്ഥ അല്ലെങ്കിൽ ധനസഹായത്തോടു കൂടിയുള്ള ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്ന ഏത് സംസ്ഥാനമാണെന്നാണ്. ഓപ്ഷൻ എ നാഗാലാൻഡ്, ഓപ്ഷൻ ബി മിസോറാം, ഓപ്ഷൻ സി ആസാം, ഓപ്ഷൻ സി ആസാം, ഓപ്ഷൻ ഡി മണിപ്പൂർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതായിരുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ നാഗാലാൻഡ് ആണ് നോക്കുക. അടുത്താണ് സമൂഹ പാത്വേ റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പിംഗ്സ്. അതായത് ഈ സമൂഹ പാത്വേ എന്ന് പറയുന്ന ഏത് ഗ്രൂപ്പ് ആയിട്ട് ബന്ധപ്പെട്ടാണ്? നമുക്കറിയാം ആഫ്രിക്കൻ യൂണിയൻ ഉണ്ട്, അതുപോലെ തന്നെ ആസിയൻ്റെ സാർക്ക് ഏതിൻ്റെ ഭാഗമായിട്ടാണ് നോക്കുക. ഓപ്ഷൻ എ ആഫ്രിക്കൻ യൂണിയൻ, ഓപ്ഷൻ ബി അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ അതായത് ആസിയാൻ, ഓപ്ഷൻ സി സൗത്ത് സ്മോൾ ഐലൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റ്സ് SIDS, യൂറോപ്യൻ യൂണിയൻ. ഈ സമൂഹ പാത്വേ ഏതിൻ്റെ ഭാഗം ചോദിച്ചാൽ സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സിൻ്റെ ഭാഗമാണെന്ന് നോക്കും. അടുത്താണ് നൈനിതാവു ഐലൻഡ് റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്. നൈനാത്തീവ് ദ്വീപ് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബാലി സ്ട്രേറ്റ്, ഓപ്ഷൻ ബി മലാക്ക സ്ട്രേറ്റ്, ഓപ്ഷൻ സി പാക് സ്ട്രേറ്റ്, ഓപ്ഷൻ ഡി ബാസ് സ്ട്രേറ്റ്. ഈ നൈനത്തീവ് ഐലൻഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ പാക് സ്ട്രേറ്റിലാണെന്ന് നോക്കാം. അതായത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഭാഗം. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ലോഞ്ച് ദ പ്രോജക്റ്റ് ഒഡീസർവ് ടു പ്രിപ്പയർ യങ് ഗ്രാജുവേറ്റ്സ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ഫിനാൻഷ്യൽ സെക്ടർ. അതായത് യുവ ബിരുദധാരികളെ സാമ്പത്തിക മേഖലയിൽ തൊഴിലവസരങ്ങൾക്കായി സജ്ജമാക്കുന്നതിനായി പ്രോജക്റ്റ് ഒഡീസർവ് ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്. ഈ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം പ്രോജക്റ്റ് ഒഡീസർവ്. ഓപ്ഷൻ എ ഒഡീസ, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി കേരള. ഉത്തരം ഓപ്ഷൻ എ ഒറീസയാണ്. അത് വേറൊന്നുമില്ല, അതായത് 1000 മണിക്കൂറിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. NSDCയും അതേപോലെ തന്നെ ബജാജ് ഫിൻസർവും കൂടിയാണ് ഇത് കൊടുക്കുന്നത്. ഇത് ഒഡീസയിലാന്ന് പറഞ്ഞു, അത് ഒഡീസയിലെ സാമ്പൽപൂരിലാണ് ഉദ്ഘാടനം ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ ധർമ്മേന്ദ്ര പ്രധാനാണ് കൂടി നോക്കുക. അടുത്താണ് ചർക്കുട്ട് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി മിസോറാം, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി കേരള. അപ്പോൾ ചർക്കുട്ട് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി മിസോറാം ആണ് നോക്കുക. അടുത്താണ് റീസെൻ്റ്ലി ഹൗ മച്ച് ഫണ്ടിങ് ഹാസ് ദ ഗവൺമെൻറ് അപ്രൂവ് ഫോർ ദ ഇൻസ്റ്റാളേഷൻ ഓഫ് സോളാർ പ്രൊജക്ട്സ് അണ്ടർ PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജന. ഈ PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജന പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് എത്ര ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നതാണ് ഈ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി 21 കോടിയാണ് നോക്കുക. ഓക്കെ, 21 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് നീക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഞാൻ ഈ ഓപ്ഷൻസ് വായിക്കാണ്ടിരുന്നത് എന്താ വെച്ചാൽ ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് ഓർത്ത് വെക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ ഓപ്ഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. 21 കോടി രൂപയാണെന്ന് നോക്കുക. അടുത്താണ് PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഇത് എന്താണെന്ന് കാര്യങ്ങളാണ്. ഇത് വേറൊന്നുമല്ല, ഒരു ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജന. അതുപ്രകാരം 300 യൂണിറ്റ് വൈദ്യുതി വരെ ഫ്രീ ആണ്. ഓക്കെ, കണ്ടാ 300 യൂണിറ്റ് വൈദ്യുതി അവർക്ക് ഫ്രീ ആയിരിക്കും കൊടുക്കുക. ഇത് 1 കോടി ജനങ്ങൾക്ക്, അതായത് 1 കോടി ജനങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നതെന്ന് നോക്കുക. സോ ഇതിൻ്റെ ഉദ്ദേശം എന്താ? ഫ്രീ ഇലക്ട്രിസിറ്റിയാണ്. അതായത് 300 യൂണിറ്റ് വൈദ്യുതി വരെ കൊടുക്കുക. 1 കോടി ഹൗസ് അല്ലെങ്കിൽ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 150 കോടി രൂപ ഈ സെൻട്രൽ ഗവൺമെൻറ് മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര? 2027-28 കാലം വരേക്കും 150 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പദ്ധതി പ്രകാരം ഒരു 40% സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും. ഓക്കെ,
പിന്നെ ഈ പദ്ധതി ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണെന്ന് ഓർത്ത് വെക്കുക. ഫെബ്രുവരി 15, 2024 നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി 15 തീയതിയാണെന്ന് നോക്കുക. പിന്നെ ഇത് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് 70,000 കോടി ഒരു കൊല്ലം സെൻട്രൽ ഗവൺമെൻറ്റിൽ ലാഭം വരുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ സബ്സിഡി കൊടുക്കുന്നത് പോലെ, അതായത് ഒരു വീട്ടുകാർ 0 മുതൽ 150 യൂണിറ്റ് വരെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ഏതാണ്ട് 1 to 2 കിലോവാട്ട് റൂഫ് ടോപ്പ് വൈദ്യുതി അവർക്ക് വേണ്ടു. അതായത് ഏതാണ്ട് 30,000 മുതൽ 60,000 രൂപേൻ്റെ സബ്സിഡി അവർക്ക് കിട്ടും. 150-300 വൈദ്യുതിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 2 to 3 കിലോവാട്ടാണ് അവർക്ക് വേണ്ടത്. അതിന് 60,000 മുതൽ 78,000 വരെയുള്ള സപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും. ഇനി 300 യൂണിറ്റിനെക്കാട്ടും കൂടുതൽ മന്ത്ലി വൈദ്യുതിയാണ് ഒരാൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് എബവ് 3 കിലോവാട്ടിൻ്റെ കൂടുതലുള്ള റൂഫ് ടോപ്പ് കപ്പാസിറ്റിയാണ് അവർക്ക് വേണ്ടത്. അതിന് 78,000 സബ്സിഡിയും സെൻട്രൽ ഗവൺമെൻറ് നോക്കുന്നുണ്ട്. ഇത് വെറുതെ എഴുതിയെന്ന് മാത്രമല്ല, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അതേപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണ്? ഒന്ന്, നമ്മൾ വെറും ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുക്കുക, ഇലക്ട്രിസിറ്റി കോസ്റ്റ് കുറയ്ക്കുക, അല്ലേ? അതിൽ ഇവിടെ പറഞ്ഞു 70,000 കോടി സെൻട്രൽ ഗവൺമെൻറ് ലാഭമാണ്. ഇലക്ട്രിസിറ്റി കോസ്റ്റ് കുറയ്ക്കുക. പിന്നെ മെയിനായിട്ട് റിന്യൂവബിൾ എനർജി, സൂര്യനിൽ നിന്നുള്ള എനർജി, അതൊക്കെയുള്ള റിന്യൂവബിൾ എനർജി. അപ്പോൾ അതൊന്ന് യൂസ് കൂട്ടുക, കാർബണിൻ്റെ എമിഷൻ കുറയ്ക്കുക. അതാണ് ഒരു മെയിൻ ഉദ്ദേശം. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഫെബ്രുവരി 15 ലോഞ്ച് ചെയ്ത് നോക്കുക. ഒക്കെ ഇനോഗ്രേറ്റ് ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി തന്നെ ആവുള്ളൂ എന്ന് ആലോചിക്കുക. പിന്നെ ഫ്രീ വൈദ്യുതി കൊടുക്കുക. എത്ര? 300 യൂണിറ്റ് വരെ 40% സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും. മാത്രമല്ല 150 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്നും കൂടി നോക്കുക. പിന്നെ ഇതിന് മെയിൻ ലക്ഷ്യം എന്താ? ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുക, കോസ്റ്റ് കുറയ്ക്കുക, റിന്യൂവബിൾ എനർജിക്ക് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കാർബൺ എമിഷനും കൂടി കുറയ്ക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അടുത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ലോകത്തിലത്തെ അല്ലെങ്കിൽ ലോകത്തിലത്തെ ആദ്യത്തെ വേദി ക്ലോക്ക് എവിടെയാണെന്ന് ചോദിച്ചിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു അത് ഉജ്ജയിനിലാണെന്ന്. ഉജ്ജയിനിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ജന്തർ മന്തർ ഉജ്ജയിലാണെന്ന് നോക്കുക, മധ്യപ്രദേശിലാണെന്ന് നോക്കുക. അത് അതേപോലെ തന്നെ ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി തന്നെയാണ്. ലോകത്തിലത്തെ ആദ്യത്തെ വേദി ക്ലോക്കാന്ന് നോക്കുക. 85 അടി ഉയരമുള്ള ടവറിലാണ് ഇത് സ്ഥാപിച്ചത് നോക്കുക. ഇത് ഡെവലപ്പ് ചെയ്തത് സംസ്ഥ ഹാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് കൂടി നോക്കുക. ഇതിൽ തന്നെ പ്ലാനറ്ററി മോഷൻ്റെയും മുഹൂർത്ത്, അതുപോലെ തന്നെ ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ, IST, GST, GMT എല്ലാം കൂടി ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് നോക്കുക. ലോകത്തിലത്തെ ആദ്യത്തെ വേദി ക്ലോക്ക് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉജ്ജയിലാണ്, ജന്തർ മന്ദറാണെന്ന് നോക്കുക. നരേന്ദ്രമോദിയെ ഉദ്ഘാടനം ചെയ്ത് നോക്കുക. പിന്നെ ഇത് സംസ്ഥ ആരോനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതും കൂടി നോക്കുക. 85 അടി ഉയരമുള്ള ടവറാണ് സ്ഥാപിച്ചത് നോക്കുക. ഈ ക്ലോക്കിൻ്റെ പേരാണ് വിക്രമാദിത്യ വേദി ക്ലോക്ക്. ഓക്കെ, വിക്രമാദിത്യ വേദി ക്ലോക്ക് എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്ന പേര്. നമുക്ക് അടുത്തയിലേക്ക് നോക്കാം. അടുത്താണ് ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക്. ഇത് നമ്മൾ പറഞ്ഞിരുന്നതാണ്, അപ്പോൾ ഒന്നും കൂടി നോക്കുന്നു മാത്രം. ഇസ് പബ്ലിഷ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? എല്ലാവർക്കും അറിയാം ഉത്തരം UNEP ആണെന്നുള്ളത്. അടുത്താണ് India's first indigenously developed hydrogen fuel cell ferry was deployed for service at which of the following places of Uttar Pradesh? ഇന്ത്യയിലെ ആദ്യമായി തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഫെറി ഉത്തർപ്രദേശിലെ എവിടെയാണ് വിന്യസിച്ചതെന്നാണ്. ഓപ്ഷൻ എ ലക്നൗ, ഓപ്ഷൻ ബി കാൺപൂർ, ഓപ്ഷൻ സി വാരണാസി, ഓപ്ഷൻ ഡി അയോധ്യ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി വാരണാസിയാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഫെറി ഡെവലപ്പ് ചെയ്തത് കൊച്ചിൻ ഷിപ്പ്യാർഡാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. എന്നാൽ ഇത് എവിടെയാണ് പ്രവർത്തനം, അല്ലെങ്കിൽ ഈ ഫെറി എവിടെയാണ് പ്രവർത്തനം ചോദിച്ചു കഴിഞ്ഞാൽ അത് വാരണാസിയാണെന്ന് നോക്കാം. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CMD, അതായത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ വെറും മധു എസ് നായരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അടുത്ത ചോദ്യമാണ് INS ജഡായു which was recently seen in the news is a Indian naval base located in which region? അതായത് INS ജഡായു എന്ന് പറഞ്ഞ ഒരു നേവൽ ബേസ് ആണ്. അത് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ ദാമൻ ആൻഡ് ദിയു, ഓപ്ഷൻ ബി ലക്ഷദ്വീപ്, ഓപ്ഷൻ സി ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഓപ്ഷൻ ഡി പുതുച്ചേരി. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലാണെന്ന് നോക്കുക. INS ജഡായു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലാണെന്ന് നോക്കുക. ഓക്കെ, അടുത്താണ്
എക്സസൈസ് സമുദ്ര ലക്ഷ്മണ ഈസ് എ ബൈലാറ്ററൽ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഈ സമുദ്ര ലക്ഷ്മണ എന്ന് പറയുന്ന എക്സസൈസ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് നടന്നതെന്നാണ്. ഓപ്ഷൻ എ ഇന്തോനേഷ്യ, ഓപ്ഷൻ ബി മലേഷ്യ, ഓപ്ഷൻ സി സിംഗപ്പൂർ, ഓപ്ഷൻ ഡി തായ്ലാൻഡ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലേഷ്യയാണ്. ഇതുപോലെ ഇന്ത്യയും പല രാജ്യങ്ങളും തമ്മിൽ ഇതേപോലെ തന്നെ എക്സസൈസുകൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്താണ് L&T commissioned its first indigenously manufactured hydrogen electrolyzer at, അതായത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ഇലക്ട്രോലൈസർ L&T കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. L&T എന്ന് പറഞ്ഞാൽ ലാർസൻ ആൻഡ് ടുബ്രോ. അതെവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കർണാടക. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലാണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു പേരുണ്ട്, അതിൻ്റെ പേര് സോറി ഇലക്ട്രോലൈസൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് EPU ML 200. EPU ML 200 ആണ് എന്താ ഹസീര, ഗുജറാത്തിലാണ് നോക്കുക. എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ഹസീറയിലാണ് നോക്കുക. അടുത്താണ് വിച്ച് ഇന്ത്യൻ റിസർച്ചേഴ്സ് ട്രാൻസ്ഫോം ബനാന സ്യൂഡോ സ്റ്റെം ഇൻറ്റു എക്കോ ഫ്രണ്ട്ലി വൂണ്ട് ഡ്രസ്സിംഗ് മെറ്റീരിയൽ. അതായത് ഈ അടുത്തൊരു ഗവേഷകർ ഈ പഴമില്ല, വാഴേൻ്റെ ഈ തൊണ്ട് അല്ലെങ്കിൽ തണ്ട്, അതിനെ ഉപയോഗിച്ചിട്ട് ഈ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏത് റിസർച്ചേഴ്സാണ് ഇത് ഡെവലപ്പ് ചെയ്തതാണ് ചോദ്യം. ഓപ്ഷൻ IIT, ഓപ്ഷൻ ബി IIM, ഓപ്ഷൻ സി IASST, ഓപ്ഷൻ ഡി CSIR. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി IASST. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. സോ ഇത് ഓർത്തിരിക്കുക, ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഇതിലെ പ്രൊഫസർമാരായിട്ടുള്ള ദേവാശിഷ് ചൗധരി, അതുപോലെ തന്നെ രാജലക്ഷ്മി ദേവി. സോ ദേവാശിഷ് ചൗധരിയും രാജലക്ഷ്മി ദേവിയും കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാം. അടുത്താണ് വാട്ട് ഈസ് ദ തീം ഓഫ് 35th വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ. സിവിൽ ഡിഫൻസ് ഡേൻ്റെ 35ാമത്തെ തീം എന്താണ് ചോദ്യം. ഓപ്ഷൻ എ ഹോണർ ഹീറോസ്, ഓപ്ഷൻ ബി പ്രൊമോട്ട് സേഫ്റ്റി സ്കിൽസ്, സി ഓപ്ഷൻ ഹോണർ ഹീറോസ് പ്രൊമോട്ട് സേഫ്റ്റി സ്കിൽസ്, ഓപ്ഷൻ ഡി പ്രൊമോട്ട് ഡിഫൻസ് ഹാബിറ്റ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഹോണർ ഹീറോസ് പ്രൊമോട്ട് സേഫ്റ്റി സ്കിൽസ്. ഈ വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ എന്താണെന്ന് ചോദിച്ചാൽ മാർച്ച് 1 നോക്കുക. അടുത്താണ് വിച്ച് മിനിസ്ട്രി റീസെൻ്റ്ലി ലോഞ്ച്ഡ് ദ അലയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അടുത്താണ് റീസെൻ്റ്ലി വിച്ച് മിനിസ്ട്രി സൈൻഡ് ആൻ MOU വിത്ത് ISRO ഓൺ അർബൻ ഫ്രെയിംഡ് സർവേ യൂസിങ് ഭുവൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. Recently, the government of India has taken several measures to support flu-cured Virginia tobacco growers in which state? സമീപകാലത്ത് ഏത് സംസ്ഥാനങ്ങളിലെ ഫ്ലൂ-ക്യൂർഡ് വിർജീനിയ പുകയില കർഷകരെ സഹായിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ്. ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ആൻഡ് മധ്യപ്രദേശ്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ആൻഡ് തമിഴ്നാട്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആൻഡ് കർണാടക, ഓപ്ഷൻ ഡി ഒറീസ ആൻഡ് വെസ്റ്റ് ബംഗാൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആൻഡ് കർണാടകയാണെന്ന് നോക്കുക. അടുത്താണ് സിന്ദ്രി ഫെർട്ടിലൈസർ പ്ലാന്റ് റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഈ സിന്ദ്രി ഫെർട്ടിലൈസർ പ്ലാന്റ് എവിടെയാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ജാർഖണ്ഡാന്ന് നോക്കുക. ഈ സിന്ദ്രി ഇനിയിപ്പോൾ ഇതിൽ ബീഹാർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധ്യത ബീഹാറിൽ കൊണ്ടു കുത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് നോക്കുക, അല്ലെങ്കിൽ ഛത്തീസ്ഗഡ്. അപ്പോൾ ഇത് രണ്ടും അല്ലാന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ബീഹാറും ഛത്തീസ്ഗഡും ഇല്ല, കാരണം ചിലപ്പോൾ സിന്ദ്രി എന്നൊക്കെ കേൾക്കുമ്പോൾ ബീഹാറിലും ഛത്തീസ്ഗഡിലും പോകാൻ സാധ്യതയുണ്ട്. സോ ജാർഖണ്ഡിലാന്ന് നോക്കുക. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇഷ്യൂ 5 crore ആയുഷ്മാൻ കാർഡ് അണ്ടർ AM PMJY?
ഈ PMJAY എന്ന സ്കീം പ്രകാരം 5 കോടി ആയുഷ്മാൻ കാർഡ് വിതരണം ചെയ്ത ആദ്യത്തെ സംസ്ഥാനമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് ആണെന്ന് നോക്കാം. അടുത്താണ് അംറാബഡ് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്തു നിന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഒഡീസ. ഈ അംറാബഡ് ടൈഗർ റിസർവ് എവിടെയാണെന്ന് ചോദിച്ചാൽ തെലങ്കാനയാണെന്ന് നോക്കുക. അടുത്താണ് വെർ വാസ് ദ 66th മീറ്റിംഗ് ഓഫ് ദ നെറ്റ്വർക്ക് പ്ലാനിംഗ് ഗ്രൂപ്പ് ഹെൽഡ്. 66ാമത്തെ മീറ്റിംഗ് എവിടെയാണ് നടത്തിയതെന്നാണ്. ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി ബാംഗ്ലൂർ, ഓപ്ഷൻ ഡി ജയ്പൂർ. അധികം ഇമാതിരി മീറ്റിംഗ് ഒക്കെ നടത്തുക എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം വേണ്ട, ന്യൂഡൽഹിയിൽ തന്നെ ആയിരിക്കും നോക്കുക. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഇഷ്യൂഡ് ആൻഡ് ഡയറക്റ്റീവ് ഫോർ ദ അഡോപ്ഷൻ ഓഫ് വൺ ടൈം സ്കീം അക്രോസ് ഓൾ അർബൻ ലോക്കൽ ബോഡീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ തെലങ്കാനയാണ് നോക്കുക. അടുത്ത ചോദ്യമാണ് വിച്ച് ടു കൺട്രീസ് ഫോർമലി ഒപ്പോസ് ദ അഡോപ്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ഫോർ ഡെവലപ്മെന്റ് എഗ്രിമെന്റ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ഫോർ ദ ഡെവലപ്മെന്റ് എഗ്രിമെന്റിനെ എതിർത്ത രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ ഇന്ത്യ ആൻഡ് സിംഗപ്പൂർ, ഓപ്ഷൻ ബി ഇന്ത്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ചൈന, ഓപ്ഷൻ ഡി ഇന്ത്യ ആൻഡ് റഷ്യ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ഫോർ ഡെവലപ്മെന്റ് എഗ്രിമെന്റിനെ എതിർത്ത ആൾക്കാർ. അടുത്താണ് വിച്ച് പേയ്മെന്റ് ബാങ്ക് സൈൻഡ് എൻ MOU വിത്ത് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ടു എൻഹാൻസ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ റൂറൽ രാജസ്ഥാൻ. അതായത് രാജസ്ഥാനിലെ സാമ്പത്തികമായിട്ട് ഉൾപ്പെടുത്തുന്നത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡും വേറെ ഏത് പേയ്മെന്റ് ബാങ്കും തമ്മിലാണ് അഗ്രിമെന്റ് ഇട്ടതെന്നാണ്. ഓപ്ഷൻ എ എയർടെൽ പേയ്മെന്റ് ബാങ്ക്, ഓപ്ഷൻ ബി പേടിഎം, ഓപ്ഷൻ സി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, ഓപ്ഷൻ ഡി NSDL. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആണ് നോക്കുക. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് വിഷോറാറ്റ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. റീസെൻ്റ്ലി സീൻ ന്യൂസ്. ഇതെന്താണെന്നാണ്. ഓപ്ഷൻ എ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം, മിലിറ്ററി. ഓപ്ഷൻ ബി മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യൂറോപ്പ്, ഓപ്ഷൻ സി പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ ഇൻ യൂറോപ്പ്, ഓപ്ഷൻ ഡി മൊബൈൽ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. ഈ വിഷോറാറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നത് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ്. ഇതിൽ സാധ്യത ഈ മൊബൈൽ, അതായത് പീസ് കീപ്പിംഗ് എല്ലാം നമുക്കറിയാം, അതേപോലെ തന്നെ മിലിറ്ററി എക്സസൈസും എല്ലാം നമുക്കിത് അറിയാം. പിന്നെ ഉള്ളത് ഈ രണ്ടെണ്ണത്തിൽ ഏതാണെന്നാണ്. കാരണം ഇത് ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ആണെന്ന് പറയുന്നത്. എന്നാൽ ഇത് ആക്ച്വലി ഇത് മാൻ പോർട്ടബിൾ ആണ്. അതായത് നമുക്ക് എടുത്തുകൊണ്ട് മാറ്റാവുന്ന തരത്തിലുള്ള സാധനമാണ് വിഷോറാൻസ്. അതുകൊണ്ട് തന്നെ ഇത് മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ആണെന്ന് നോക്കാം. അതിൻ്റെ വേറെ പേരാണ്. ഓക്കെ. അതേപോലെ അടുത്താണ് പഞ്ചേശ്വർ മൾട്ടിപർപ്പസ് പ്രൊജക്ട് സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ് ഈസ് ഹൈഡ്രോ പ്രൊജക്ട് ബിറ്റ്വീൻ വിച്ച് ടു കൺട്രീസ്. ഈ പഞ്ചേശ്വർ മൾട്ടി പ്രൊജക്ട്, അതായത് ഇത് അപ്പോൾ നമുക്കറിയാം ഇത് ഒരു ഡാമുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം. സോ ഇത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് നോക്കാം. ഇന്ത്യ ആണെന്നുള്ളത് ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ എ ഇന്ത്യ ഭൂട്ടാനും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യ നേപ്പാളും തമ്മിൽ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യ അഫ്ഗാനും തമ്മിൽ. ഈ പഞ്ചേശ്വർ മൾട്ടിപർപ്പസ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും നേപ്പാളും തമ്മിലാണ് നോക്കുക. അടുത്ത ചോദ്യമാണ് വിച്ച് കൺട്രീസ് പാർലമെന്റ് ഹാവ് വോട്ടഡ് ടു അപ്രൂവ് സ്വീഡൻസ് ബിഡ് ടു ജോയിൻ ദ നാറ്റോ മേക്കിംഗ് ഇറ്റ് ദ 32nd നാഷൻ ടു ജോയിൻ ദ അലയൻസ്. അതായത് നാറ്റോയിൽ ചേരാനുള്ള സ്വീഡന്റെ ശ്രമത്തെ അംഗീകരിക്കാൻ ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് വോട്ട് ചെയ്തു? അങ്ങനെ സഖ്യത്തിലെ 32ാമത്തെ രാജ്യമായിട്ട് ഈ സ്വീഡൻ മാറി. അത് ഏത് രാജ്യമാണ് വോട്ട് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോർവേ, ഓപ്ഷൻ ബി ബൊലീവിയ, ഓപ്ഷൻ സി ഹംഗറി, ഓപ്ഷൻ ഡി ഫിൻലാൻഡ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ഹംഗറിയാണ് നോക്കുക. സോ നാറ്റോവിൻ്റെ 32ാമത്തെ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡനാണെന്ന് നോക്കാം. ഓക്കെ. നാറ്റോ എന്ന് പറഞ്ഞ ഒരു സഖ്യമാണ്. ഓക്കെ. ഈ സഖ്യത്തിലത്തെ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് റീസെൻ്റ്ലി പാസ് എ ബിൽ എയിംഡ് അറ്റ് കർബിംഗ് ഇല്ലീഗൽ മൈഗ്രേഷൻ. ഈ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം തടയാൻ വേണ്ടിയിട്ട് ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്നാണ്. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ഹരിയാന, ഓപ്ഷൻ ഡി ബീഹാർ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഹരിയാനയാണ് നോക്കുക.
അടുത്താണ് ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ CEO ഓഫ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഫോർ ഇന്ത്യ. അതായത് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഫോർ ഇന്ത്യൻ്റെ പുതിയ CEO ആരാണെന്നാണ്. ഓപ്ഷൻ എ സച്ചിൻ ജീൻ, ഓപ്ഷൻ ബി ആരതി സക്സേന, ഓപ്ഷൻ ഡി ധർമ്മേശ് സോദ, ഓപ്ഷൻ ഡി ഷീല കുൽക്കർണി. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സച്ചിൻ ജെയിനാണെന്ന് നോക്കാം. അടുത്താണ് 21 അടി, അതായത് 21 ഫീറ്റ് മഹാറാണ പ്രതാപ് സ്റ്റാച്ചു എവിടെയാണെന്ന് ചോദിച്ചാൽ 21 അടി ഉയരമുള്ള മഹാറാണ പ്രതാപ് സ്റ്റാച്ചു എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദാണെന്ന് നോക്കാം. ഇതിൻ്റെ ശില്പിയാരെന്ന് ചോദിച്ചാൽ സുന്ദർ സിംഗ് ആണെന്ന് നോക്കാം. സോ മഹാറാണ പ്രതാപിൻ്റെ 21 അടി ഉയരമുള്ള സ്റ്റാച്ചു എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദാണ്. സുന്ദർ സിംഗ് ആണ് അത് രൂപകൽപ്പന ചെയ്തത്, ആർക്കിടെക്റ്റ് ആണെന്ന് നോക്കാം. അടുത്താണ് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇപ്പോൾ എത്രയാണെന്ന് ചോദിച്ചാൽ 619.072 ബില്യൺ ഡോളറാണ് നോക്കാം. 619.072 ബില്യൺ ഡോളർ. അതേപോലെ തന്നെ ഈ പേടിഎം ബാങ്കിന് FIU, അതായത് ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് 5.49 കോടി രൂപ ഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. സോ FIU ഏത് പേയ്മെൻറ്റ് ബാങ്കിനെയാണ് ഫൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിഎമ്മിനെയാണ് നോക്കുക. 5.49 കോടി രൂപയാണ്, അതായത് 5.5 കോടി രൂപയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ഈ C.DOT, അതേപോലെ തന്നെ ക്വാൾക്കം കൂടിയിട്ട് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ വിഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ക്വാൾക്കമും അതേപോലെ തന്നെ C.DOTും കൂടിയാണെന്ന് നോക്കുക. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെലികോം പ്രൊജക്ട്സ് സ്വന്തമായിട്ട് നമ്മുടെ ആത്മ നിർഭർ ഭാരത് സ്കീം പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ C.DOTും ക്വാൾക്കോം തമ്മിൽ കരാറിൽ ഏർപ്പെട്ടത്. ഇത് ഏതിൻ്റെ അടിസ്ഥാനം ചോദിച്ചാൽ മൊബൈൽ വേൾഡ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2024 അത് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്വീഡനിൽ വെച്ചാൽ നടന്നത് നോക്കുക. സോ മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2024 സ്പെയിനിൽ വെച്ച് നടന്ന ഇതിലാണ് ഈ C.DOTും ക്വാൾക്കോമും കൂടി ഈ തീരുമാനം എടുത്തത് നോക്കുക. അതേപോലെ തന്നെ ഈ വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും തടയാൻ വേണ്ടിയിട്ട് ഈ ഗൂഗിളും അതേപോലെ തന്നെ ശക്തിയും ഒരുമിച്ച് ചേർന്നു നോക്കാം. വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും തടയാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് ഗൂഗിളും ശക്തിയും കൂടി ചേർന്നു നോക്കാം. അതേപോലെ തന്നെ പാർലമെൻ്ററി സെക്യൂരിറ്റീൻ്റെ പുതിയ ഹെഡ് ആരാന്ന് ചോദിച്ചാൽ അനുരാഗ് അഗർവാളാണ് നോക്കാം. പാർലമെൻ്ററി സെക്യൂരിറ്റിൻ്റെ പുതിയ ഹെഡ് അനുരാഗ് അഗർവാളാണ് നോക്കാം. അതേപോലെ തന്നെ മാംഗ്ലൂർ പെട്രോ കെമിക്കൽസിൻ്റെ MD ആരാന്ന് ചോദിച്ചാൽ MS കാമത്താണെന്ന് നോക്കാം. മാംഗ്ലൂർ പെട്രോ കെമിക്കൽസിൻ്റെ MD ആരാന്ന് ചോദിച്ചാൽ MS കാമത്താണെന്ന് നോക്കുക. അതേപോലെ തന്നെ ആനുവൽ ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക് ആചരിക്കുന്നത് ആരാണ് ആചരിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ RBI ആണെന്നും കൂടി നോക്കാം. ഈ അടുത്ത് ഈ ജ്യൂസ് ജാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കണ്ടിരുന്നു. ഈ ജ്യൂസ് ജാക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അത് സൈബർ അറ്റാക്ക് ആണെന്ന് നോക്കാം. ഓക്കെ, സോ ഇന്ത്യയുടെ ഫോറിൻ റിസർവ് എത്രയെന്ന് ചോദിച്ചാൽ 619 ആണെന്ന് നോക്കുക. അതേപോലെ പേടിഎമ്മിനെ 5.5 കോടി ഫൈൻ അടിച്ചിട്ടുണ്ട്. C.DOTും ക്വാൾക്കോമും തമ്മിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2024 എവിടെയാണെന്ന് ചോദിച്ചാൽ സ്പെയിനിലാന്ന് നോക്കാം. പിന്നെ വ്യാജ വാർത്തകൾ തടയാൻ ഗൂഗിളും ശക്തിയും. പാർലമെൻ്ററി സെക്യൂരിറ്റീൻ്റെ ഹെഡ് ആരെന്ന് ചോദിച്ചാൽ അനുരാഗ് അഗർവാളാന്ന് നോക്കുക. MS കാമത്താണ് ആര്, ഈ മാംഗ്ലൂർ പെട്രോ കെമിക്കൽസിൻ്റെ MD. ആനുവൽ ഫിനാൻഷ്യൽ ലിറ്ററസി വീക്ക് RBI ആണ്. ജ്യൂസ് ജാക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ സൈബർ അറ്റാക്ക് കൂടി നോക്കാം. അടുത്താണ് ടർക്കിഷ് വുമൻസ് വേൾഡ് കപ്പ് ഇപ്പോൾ ഈ 2024 നടന്നിട്ടുണ്ടായിരുന്നു. അതിന് വേറെ പേരുണ്ട്, അലഞ്ഞ ഗോൾഡ് സിറ്റി കപ്പ്. ഓക്കെ, സോ ടർക്കിഷ് വുമൻസ് വേൾഡ് കപ്പ് 2024 അല്ലെങ്കിൽ അലഞ്ഞ വേൾഡ് കപ്പ് അത് ജയിച്ചത് ആരാന്ന് ചോദിച്ചാൽ കൊസോവോ ആണ്. ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയെന്ന് നോക്കുന്നത്. ഈ ഇന്ത്യൻ ടീമിനെ വിളിക്കുന്ന വേറെ പേരാണ് ബ്ലൂ ടിഗർസസ്. ഓക്കെ, അടുത്താണ് ഇൻ്റർനാഷണൽ IP ഇൻഡെക്സ്, അതായത് ഇപ്പോൾ ഈ അടുത്ത് പബ്ലിഷ് ചെയ്താണ് ഇൻ്റലിജൻ്റ് പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024. അതിൽ ഒന്നാം സ്ഥാനം US ആണെന്ന് നോക്കാം. ഓക്കെ, 2 UK ആണെന്ന് നോക്കാം. 3 ഫ്രാൻസ് ആണ്. ഇന്ത്യക്ക് സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 42ാം സ്ഥാനമാണെന്ന് നോക്കാം. സോ ഒന്നാം സ്ഥാനം US ആണ്, അതുപോലെ തന്നെ 2 UK അതായത് ബ്രിട്ടൻ, 3 ഫ്രാൻസ് ആണെന്ന് നോക്കാം. ഇന്ത്യ എത്രയാണെന്ന് നോക്കിയാൽ 42ാം സ്ഥാനമാണെന്നും കൂടി നോക്കാം. അടുത്താണ് ഈ ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്തൊരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റി നമ്മൾ നോക്കുകയാണ്. ഈ ലോക്പാൽ ബിൽ അതായത് പാർലമെൻറ്റ് ഈ ലോക്പാൽ ആൻഡ് ലോകായുക്ത ബിൽ 2011 ഉണ്ടായിരുന്നു. ഈ ബില്ല് പാസ്സാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ അത് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2013 ഡിസംബർ 17-നാണ്. ഓക്കെ, ഈ ബില്ല് അതായത് 2011 ഈ ബില്ല് പാസ്സാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ 2013 ഡിസംബർ 17-ലാണ്. അങ്ങനെ പ്രസിഡന്റ് ഒപ്പുവെച്ചത് അസന്റ് കിട്ടിയതെന്ന് ചോദിച്ചാൽ 2014 ജനുവരി 1-നാണ്. നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2014 ജനുവരി 16-നാണ്. ഏത് ഈ ലോക്പാൽ.
സോ ഈ ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുണ്ടായിരുന്നു പാർലമെൻറ്റിൽ 2011 അവതരിപ്പിച്ച. അത് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2013 ഡിസംബർ 17. അങ്ങനെ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2014 ജനുവരി 1. നിലവിൽ വന്നതോ 2014 ജനുവരി 16. പക്ഷെങ്കിൽ അന്നൊന്നും നമ്മുടെ ഈ ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ചെയർപേഴ്സണെ ഒന്നും അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ഇത് പിന്നെ 2019 ആദ്യത്തെ ലോക്പാലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അത് ആരാന്ന് ചോദിച്ചാൽ PC ഘോഷാണെന്ന് നോക്കാം. പിനാകി ചന്ദ്ര ഘോഷ് ജസ്റ്റിസാണ്. ഇദ്ദേഹം 2022 മെയ് 27 വരെ തുടർന്നു ഈ സ്ഥാനത്ത്. 2022 മെയ് 27 വരെ ഈ സ്ഥാനത്ത് തുടർന്നു. ഇപ്പോൾ അടുത്ത് രണ്ടാമത്തെയും, അതായത് പ്രസൻ്റ്ലി ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആളാണ് AM കാൻവിൽക്കർ, അതായത് അജയ് മാണിക് റാവു കാൻവിൽക്കർ ആണെന്ന് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് നോക്കുക. അതായത് ആക്ട് 2013 ആക്ട് പ്രകാരമാണ് നോക്കുക. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയുണ്ട്, അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുണ്ട്. അതായത് ഇത് വ്യത്യാസം എന്താ വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാപനമായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ കമ്മീഷൻ. പക്ഷേങ്കിൽ ഇതല്ല, ഇത് ഒരു ആക്ട് പ്രകാരം വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നോക്കുക. ഇത് മെയിനായിട്ട് ഈ പബ്ലിക് സർവൻസിനുള്ള അഴിമതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എംപ്ലോയീസിൻ്റെ അഴിമതി അന്വേഷിക്കുകയാണെങ്കിൽ ഇവർ ആദ്യം ഈ വിജിലൻസ് കമ്മീഷന് ഇതിൻ്റെ ഒരു പരാതി പോകും. ഇവർ ഇത് 90 ദിവസത്തിനുള്ളിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. എന്നിട്ട് ഒരു 60 ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് ലോക്പാലിന് കൊടുക്കണം. ഇതാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസായിട്ട് ബന്ധപ്പെട്ടുള്ള രീതി. പിന്നെ ഈ ലോക്പാലിൽ ആകെ 9 അംഗങ്ങളുണ്ട്. 9 അംഗങ്ങളിലെന്ന് പറയുന്ന ഒരു ചെയർമാനും 8 മെമ്പർമാരുമാണ് ഇതിലുള്ളത്. ഓക്കെ, ഈ 8 അംഗങ്ങളിൽ 50 പേരും ജുഡീഷ്യൽ അംഗങ്ങളാവണമെന്നുണ്ട്. ചെയർമാൻ്റെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ ആക്കിയിരിക്കാം. സോ ഈ ബില്ല് പാസ്സാക്കി എന്താണെന്ന് ചോദിച്ചാൽ 2013 ഡിസംബർ 17. പ്രസിഡന്റ് ഒപ്പിട്ടത് 2014 ജനുവരി 1. നിലവിൽ വന്നത് 2014 ജനുവരി 16. ആദ്യത്തെ ലോക്പാൽ ആരാന്ന് ചോദിച്ചാൽ PC ഘോഷാണെന്ന് നോക്കുക. 2022 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ AM കാൻവിൽക്കർ ആണെന്ന് നോക്കുക. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്നും കൂടി നോക്കുക. ഓക്കെ, പിന്നെ ഒരു ചെയർപേഴ്സണുണ്ട്. 8 അംഗങ്ങളിൽ 8 പേരിൽ 50%, അതായത് 4 പേരെങ്കിലും ജുഡീഷ്യൽ അംഗങ്ങളാവണം. ഓക്കെ, പിന്നെ എത്ര ഈ ചെയർമാൻ്റെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ അദ്ദേഹത്തിന് തുടരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ മാർച്ച് 2 കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ ലോക്പാൽ, ഇപ്പോഴത്തെ പുതിയ ലോക്പാലിനെ പറ്റി നമുക്ക് പറയുന്നുണ്ട്. പക്ഷേ ലോക്പാൽ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ലോക്പാലിൻ്റെ ബില്ലും അതേപോലെ തന്നെ അത് പാസ്സാക്കിയത് എന്നാണെന്നും അതിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഏതൊരു എക്സാമുകൾക്കും പ്രധാനമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റിയിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. സോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ടോപ്പിക് തന്നെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു.